ഹലോ എല്ലാവർക്കും നമ്മുടെ ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ നമ്മുടെ വീഡിയോയിൽ ഞാനൊരു ചെമ്പരത്തി പൂ ഉപയോഗിച്ചിട്ടുള്ള ഒരു ഫേസ് മാസ്ക് ആണ് കേട്ടോ പ്രിപ്പയർ ചെയ്യണത്. ഇത് വളരെ ഹെൽപ്ഫുള്ളായിരിക്കും നമുക്ക്. കാരണം നമ്മുടെ സ്കിന്നിലെ ആ ഒരു കരിവാളിപ്പൊക്കെ നല്ല രീതിയിൽ മാറ്റാനായിട്ട്, മുഖം നല്ല രീതിയിൽ ക്ലെൻസ് ചെയ്യുക, മുഖത്തെ എണ്ണമയൊക്കെ നല്ല രീതിയിൽ മാറ്റിയെടുക്കാനൊക്കെ ഈ ഒരു ഫേസ് മാസ്ക് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ചെമ്പരത്തി പൂ നമ്മുടെ ഫേസിൽ ഉപയോഗിക്കുന്നത് കൊണ്ടുള്ള ഗുണങ്ങളെ പറ്റി പറയുകയാണെങ്കിൽ ഫസ്റ്റ് തന്നെ പറയാനുള്ളത്, നമ്മുടെ സ്കിന്നിലെ കരിവാളിപ്പ് സൺ ടാൻ നല്ല രീതിയിൽ മാറ്റാൻ സഹായിക്കും. അതേപോലെ സ്കിൻ നല്ല രീതിയിൽ ബ്രൈറ്റൺ ചെയ്യാൻ സഹായിക്കുന്നുണ്ട്. അതേപോലെ സ്കിന്നിലെ ചുളിവുകളൊക്കെ നല്ല രീതിയിൽ മാറ്റാൻ സഹായിക്കുന്നുണ്ട്. അതേപോലെ തന്നെ നമ്മുടെ സ്കിന്നിലെ പിഗ്മെൻറ്റേഷൻ, അതേപോലെ ഡാർക്ക് സ്പോട്ട് കാര്യങ്ങളൊക്കെ നല്ല രീതിയിൽ ഫെയ്ഡ് ചെയ്യാനൊക്കെ സഹായിക്കും കേട്ടോ. സ്കിന്നിൽ ഒരുപാട് തരത്തിൽ ഗുണങ്ങൾ തരുന്ന ഒരു കാര്യം തന്നെയാണ് ചെമ്പരത്തിപ്പൂ. നമ്മുടെ ഹെയർ കെയർ പോലെ തന്നെ നമ്മുടെ സ്കിൻ കെയറിലും ചെമ്പരത്തിപ്പൂ ഉൾപ്പെടുത്താം കേട്ടോ. അപ്പോൾ ഞാനിവിടെ ചെമ്പരത്തിപ്പൂ ഫ്രഷ് ആയിട്ടുള്ള 2-3 എടുത്തിട്ടുണ്ട്. പിന്നെ വാടിക്കൊഴിഞ്ഞിട്ടുള്ള 2 ചെമ്പരത്തിയുടെ പൂ എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് ഈ ഒരു ചുവന്ന കളർ ചെമ്പരത്തിപ്പൂ കിട്ടുകയാണെങ്കിൽ നല്ലതാണ്. അപ്പോൾ ഞാനിത് നന്നായിട്ട് മിക്സിഡ് ജാറിൽ അരച്ചെടുത്തിട്ടാണ് ഈ ഒരു ഫേസ് മാസ്ക് പ്രിപ്പയർ ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ ഒരു കാര്യം പറയുകയാണെങ്കിൽ ആൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കും ഒരേപോലെ ഈ ഒരു ഫേസ് മാസ്ക് യൂസ് ചെയ്യാം. ആഴ്ചയിൽ നമുക്കൊരു 3 പ്രാവശ്യമൊക്കെ യൂസ് ചെയ്യാം. ഇപ്പോൾ നമ്മുടെ സ്കിൻ ടൈപ്പ് അനുസരിച്ച് നോർമൽ കോമ്പിനേഷൻ സ്കിൻ ടൈപ്പ് ഉള്ളവരാണെന്നുണ്ടെങ്കിൽ ആഴ്ചയിൽ 2 തവണ ചെയ്താൽ മതി, 1.5 ഇടവിട്ട് കേട്ടോ. ഭയങ്കരമായിട്ട് ഓയിലി സ്കിൻ ടൈപ്പുള്ള ആൾക്കാരൊക്കെ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് 3-4 പ്രാവശ്യം ചെയ്യാവേ. അപ്പോൾ എത്ര വയസ്സോട്ട് യൂസ് ചെയ്യുന്നതിനാണെങ്കിൽ ഒരു 10 വയസ്സിന് മേലുള്ള കുട്ടികൾക്ക് തൊട്ട് യൂസ് ചെയ്യാം. നാച്ചുറൽ ഇൻഗ്രീഡിയൻസ് ആയതുകൊണ്ട് സൈഡ് എഫക്ട്സ് ഒന്നും തന്നെ ഉണ്ടാവില്ല. പിന്നെ ഭയങ്കര സെൻസിറ്റീവ് ആയിട്ടുള്ള സ്കിൻ ടൈപ്പാണ്, അലർജിറ്റിക് ആയിട്ടുള്ള സ്കിൻ ടൈപ്പൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഒന്ന് പാച്ച് ടെസ്റ്റ് ചെയ്തിട്ട് യൂസ് ചെയ്തോളൂ കേട്ടോ. പിന്നെ നമ്മൾ എടുക്കുന്ന ചെമ്പരത്തിപ്പൂവിൽ പുഴുവും കാര്യങ്ങളൊന്നും ഉണ്ടാവരുത് കേട്ടോ. ഭൂരിപക്ഷം ചെമ്പരത്തിയുടെ ഇലയിലും പൂവിലൊക്കെ പുഴുവൊക്കെ ഉണ്ടാവാൻ ചാൻസസ് ഉണ്ട്. അപ്പോൾ അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ നല്ല രീതിയിൽ കഴുകി വൃത്തിയാക്കിയിട്ട് യൂസ് ചെയ്യാം. ചെമ്പരത്തിപ്പൂവിനെ അങ്ങനെ തന്നെ എടുത്തിട്ട് മിക്സിയുടെ ജാറിട്ട് അരക്കുകയാണ്. അതിൻ്റെ ഒപ്പം പുഴുവൊക്കെ ഉണ്ടെങ്കിൽ ഫേസിലിട്ടുണ്ടെങ്കിൽ നന്നായിട്ട് ചൊറിയും കേട്ടോ. അപ്പോൾ ആ കാര്യം ഒന്ന് ശ്രദ്ധിക്കണേ. അപ്പോൾ എന്നൊരു അറിയുന്നൊരു ചേച്ചി എന്നോട് ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട്, ചെമ്പരത്തിയുടെ താളി ഉണ്ടാക്കിയ സമയത്ത് ചെമ്പരത്തിയുടെ ഇലയിൽ ഒരു പുഴുവുണ്ടായിരുന്നു. ആ പുഴു ഇതേപോലെ അരച്ച് തലയിൽ തേച്ചിട്ട് ഭയങ്കര ഇറിറ്റേഷനായിട്ട് ചൊറിഞ്ഞ് തടിക്കുകയൊക്കെ ചെയ്തു, തലയോട്ടിയുടെ അവിടെയും ഇവിടെയൊക്കെ ഇട്ട്. അപ്പോൾ അവർ ആദ്യം പേടിച്ചു, പിന്നെയാണ് മനസ്സിലായത് പുഴുവാണെന്ന്. അപ്പോൾ ആ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം. നമ്മുടെ തലയല്ല, നമ്മുടെ ഫേസിലാണ് ഈ ഒരു ഫേസ് മാസ്ക് പ്രിപ്പയർ ചെയ്തിരുന്നത് കേട്ടോ. അപ്പോൾ ഞാൻ ആ ചെമ്പരത്തിപ്പൂ കുറച്ച് വെള്ളത്തിൽ 1-2 ടേബിൾ സ്പൂൺ വെള്ളത്തിൽ അരച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ നല്ലത് ഇതേപോലെ നല്ല തിക്കായിട്ടുള്ള പേസ്റ്റിലായിരിക്കും കിട്ടുന്നത്. ഇനി ഞാനിതിലോട്ട് ചേർക്കുന്നത് മുൾട്ടാണി മിട്ടിയാണ്. ഇതുണ്ടെങ്കിൽ ഇത് യൂസ് ചെയ്യുക, അല്ലെന്നുണ്ടെങ്കിൽ നമുക്ക് കടലപ്പൊടിയോ അല്ലെന്നുണ്ടെങ്കിൽ ഗോതമ്പിൻ്റെ പൊടിയോ അരിപ്പൊടിയോ ഒക്കെ യൂസ് ചെയ്യാം. മുൾട്ടാണി മിട്ടി നമ്മുടെ സ്കിന്നിലെ ഓയിൽ, എക്സസ് ആയിട്ടുള്ള ഓയിൽ നല്ല രീതിയിൽ വലിച്ചെടുക്കും. സ്കിന്ന് നല്ല രീതിയിൽ ക്ലെൻസ് ചെയ്യും. അത് നല്ല രീതിയിൽ വൃത്തിയാക്കും. ഫേസിലുള്ള ഡേർട്ടും എക്സസ് ആയിട്ടുള്ള ഓയിലും കാര്യങ്ങളൊക്കെ നല്ല രീതിയിൽ റിമൂവ് ചെയ്യാൻ സഹായിക്കും കേട്ടോ. അപ്പോൾ ഞാനിവിടെ 2 ടേബിൾ സ്പൂണോളം മുൾട്ടാണി മിട്ടി ഇട്ട് കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്കതില്ലാന്നുണ്ടെങ്കിൽ ഞാൻ ഓൾറെഡി പറഞ്ഞു കേട്ടോ, കടലമാവായാലും യൂസ് ചെയ്യാവേ. നമ്മുടെ വീട്ടിലുള്ള ഇൻഗ്രീഡിയൻസ് തന്നെ നമുക്ക് യൂസ് ചെയ്യാൻ പ്രശ്നമൊന്നുമില്ല. അപ്പോൾ ഇതെന്നിട്ടുണ്ടെങ്കിൽ ഇത്രയും കൂടി എഫക്റ്റീവായിരിക്കും. നല്ല രീതിയിൽ സ്കിന്ന് ആ ഒരു ഓയിലൊക്കെ നല്ല രീതിയിൽ വലിച്ചെടുക്കാണ്ട് ഹെൽപ്ഫുള്ളാണ് കേട്ടോ. അപ്പോൾ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. പിന്നെ നിങ്ങൾക്ക് എക്സ്ട്രാ ഇൻഗ്രീഡിയൻസ് ചേർക്കാം. അലോവേറ ജെല്ലോ അല്ലാന്നുണ്ടെങ്കിൽ പാലൊക്കെ ചേർത്തിട്ട് നമുക്ക് ഈ ഒരു ചെമ്പരത്തിപ്പൂ അരച്ചെടുക്കുന്ന സമയത്ത് തന്നെ ചേർക്കാം. ഞാൻ വെള്ളം ചേർത്തിട്ടാണ് അരച്ചെടുത്തത്. ഇനി ഞാനിതിലോട്ട് ചേർക്കുന്നത് ഓപ്ഷണലാണ്, നിങ്ങൾക്ക് വേണമെങ്കിൽ ചേർക്കാം. ഞാനിവിടെ ചെറുനാരങ്ങ നീര് ചേർക്കുന്നുണ്ട്. ഇത് ഞാൻ നേരത്തെ പിഴിഞ്ഞ് വെച്ചേക്കുന്ന ഒരു ചെറുനാരങ്ങയിൽ നിന്ന് കുറച്ച് നീര് ഒഴിച്ചെടുക്കുന്നുണ്ട് കേട്ടോ. ഒരുപാടൊന്നും വേണ്ട, 1 ടീസ്പൂൺ അളവിലൊക്കെ ചേർത്താൽ മതി കേട്ടോ. അപ്പോൾ ഇത് ചേർക്കുമ്പോൾ തന്നെ നമ്മുടെ ചെമ്പരത്തിപ്പൂവിൻ്റെ കളർ ചേഞ്ച് ചെയ്യണ വേണ്ടിയില്ല, നല്ല അടിപൊളി പിങ്ക് കളറുള്ള ഫേസ് മാസ്ക് ആണ് കേട്ടോ. ഇത് യൂട്യൂബിലൊക്കെ ഒരിടയ്ക്ക് വൈറലായിരുന്നു, നല്ല റിസൾട്ടാണ് കേട്ടോ. ഇത് നമുക്ക് ഇത്രയും ശരിക്കും വേണ്ട, വളരെ കുറച്ചളവിൽ മതി. ഞാനിത് പ്രിപ്പയർ ചെയ്തപ്പോൾ ഇത്ര ഉണ്ട്. ഞാനിത് ഫ്രിഡ്ജിൽ സ്റ്റോർ ചെയ്തിട്ട് യൂസ് ചെയ്യും കേട്ടോ. അപ്പോൾ നമുക്ക് ഫേസിലും നെക്കിലൊക്കെ യൂസ് ചെയ്യാം. പിന്നെ ചെറുനാരങ്ങ നീര് ചേർക്കുന്നതിൻ്റെ കാര്യം എന്നിട്ടുണ്ടെങ്കിൽ ഇൻസ്റ്റൻ്റായിട്ട് സ്കിൻ ലൈറ്റനിങ്ങിന് സഹായിക്കുന്നുണ്ട്. മുഖത്തെ കറുത്ത പാടുകൾ കാര്യങ്ങളൊക്കെ ഇല്ലേ ഫീഡ് ചെയ്യും. കരിവാളിപ്പൊക്കെ നല്ല രീതിയിൽ മാറാനൊക്കെ ചെറുനാരങ്ങ നീര് ഹെൽപ്പ് ചെയ്യും. പെട്ടെന്ന് റിസൾട്ട് കിട്ടാനായിട്ട് ചെറുനാരങ്ങ നീര് ചേർക്കാം. ഇപ്പോൾ നിങ്ങൾക്ക് വേണ്ടാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒഴിവാക്കാം കേട്ടോ. അപ്പോൾ ഇത്രയും ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്ത് ചെറുനാരങ്ങ നീര് ചേർക്കുമ്പോൾ മാത്രമേ കേട്ടോ ഈ ഒരു പിങ്ക് കളർ വരുള്ളൂ. അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ നേരത്തെ പോലെ ഒരു വൃത്തിയിട്ട കളറായിരിക്കും, ഒരു പച്ച കളർ പോലത്തെ ഒരു കളറായിരിക്കും കേട്ടോ. അപ്പോൾ അത് ഫേസിൽ നന്നായിട്ട് കഴുകിയതിന് ശേഷം ഞാൻ ആദ്യം തന്നെ ഫേസ് വാഷ് ചെയ്തായിരുന്നു കേട്ടോ. ഫേസ് വാഷ് ഉപയോഗിച്ച് ഫേസ് നല്ല രീതിയിൽ വാഷ് ചെയ്തിട്ടാണ് ഈ ഒരു ഫേസ് മാസ്ക് ഫേസിൽ അപ്ലൈ ചെയ്യണം. നല്ല പിങ്ക് കളറുള്ള ഫേസ് മാസ്ക് ആണ്. നല്ല സ്മൂത്തായിട്ട് നമ്മുടെ മുൾട്ടാണി മിട്ടിയും ചെമ്പരത്തിപ്പൂ അരച്ചതൊക്കെ നല്ല രീതിയിൽ ഫേസിൽ ആകുന്നുണ്ടായിരുന്നു, നല്ല രീതിയിൽ അപ്ലൈ ചെയ്യാൻ പറ്റുന്നുണ്ടായിരുന്നു കേട്ടോ. ഫേസിലും നെക്കിലൊക്കെ നന്നായിട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കുക. പിന്നെ ഇതിനെപ്പറ്റി പറയുകയാണെങ്കിൽ
എന്താ പറയുക, ചെമ്പരത്തിപ്പൂ ചിലവർക്ക് കിട്ടാനായിട്ട് ബുദ്ധിമുട്ടുണ്ടാവില്ല. അപ്പോൾ നമുക്ക് ഇപ്പോൾ അത്യാവശ്യം അപ്പുറം വല്ല വീട്ടിൽ നിന്നോ അല്ലെങ്കിൽ എവിടെ നിന്നെങ്കിലുമൊക്കെ പറിച്ചുകൊണ്ട് വരികയാണെങ്കിൽ കുറച്ച് കൂടുതൽ നമ്മൾ കിട്ടുകയാണെങ്കിൽ പറിച്ചിട്ട് നമ്മൾ ഇതേപോലെ മിക്സിയുടെ ജാല അരച്ചിട്ട് ഐസ് ക്യൂബായിട്ട് ഫ്രീസറിൽ സെറ്റ് ചെയ്ത് വെക്കുക. അങ്ങനെയാണെങ്കിൽ നമുക്ക് കുറേ നാൾ യൂസ് ചെയ്യാം കേട്ടോ. ഞാൻ അങ്ങനെ ചെയ്യാറുണ്ട്. ഇപ്പോൾ നമ്മൾ ഹെയർ കെയറിനും യൂസ് ചെയ്യാറുണ്ടല്ലോ, ചെമ്പരത്തിപ്പൂ താളിയായിട്ടൊക്കെ യൂസ് ചെയ്യാറുണ്ട്. അപ്പം ഞാൻ ചെമ്പരത്തിപ്പൂവിന് ക്ഷാമമുള്ള സമയത്ത് കിട്ടുന്ന സമയത്ത് ഞാൻ ഇതേപോലെ കുറേ പറിച്ചിട്ട് ഇതേപോലെ മിക്സിയുടെ ജാല അരച്ചിട്ട് ഐസ് ക്യൂബായിട്ട് സ്റ്റോർ ചെയ്ത് വെക്കും. അപ്പോൾ നമുക്ക് 1 മാസം വരെയൊക്കെ ഇരുന്നോളും, മോശമൊന്നും ആയി പോവില്ല. അപ്പോൾ നമുക്ക് ആവശ്യമുള്ളതനുസരിച്ച് ഇപ്പോൾ തലയിലാണ് ഇടുന്നുണ്ടെങ്കിൽ ആ ഒരു ഐസ് ക്യൂബ് എടുത്ത് പുറത്ത് വെച്ച് അതിൻ്റെ തണുപ്പൊക്കെ മാറിയതിന് ശേഷം ഞാൻ യൂസ് ചെയ്യാറുണ്ട് കേട്ടോ. നല്ലതാണ്, നിങ്ങളൊന്ന് ജസ്റ്റ് ട്രൈ ചെയ്ത് കൊടുക്കാം. അതേപോലെ തന്നെ ജസ്റ്റ് വേണമെന്നുണ്ടെങ്കിൽ ആ ഒരു ചെമ്പരത്തിപ്പൂ മാത്രം ഐസ് ക്യൂബ് ആക്കിയിട്ട് ഇതേപോലെ തന്നെ ഫേസിൽ നന്നായിട്ട് മസാജ് ചെയ്ത് കൊടുക്കാം. ഞാൻ ചെമ്പരത്തിപ്പൂ വെള്ളം ഉപയോഗിച്ചിട്ട് 1-2 ടേബിൾ സ്പൂൺ വെള്ളത്തിലാണ് അരച്ചെടുത്തത്. ഒരുപാട് വെള്ളമൊന്നും വേണ്ട, അധികം ഒന്നും വേണ്ട, ഇത്തിരി മതിയേ. അപ്പോൾ വെള്ളത്തിന് പകരം നമുക്ക് പാല് ചേർക്കാം, അതേപോലെ അലോവേറ ജെല്ല് ചേർക്കാം, റോസ് വാട്ടർ ചേർക്കാം. ഒക്കെ നിങ്ങളുടെ ഇഷ്ടമനുസരിച്ച് നിങ്ങളുടെ സ്കിന്നിന് ഏതാണോ ഏറ്റവും നല്ലത്. ഇപ്പോൾ നമ്മുടെ വീട്ടിലുള്ള ഇൻഗ്രീഡിയൻസ്, അതായത് ഇപ്പോൾ എല്ലാവരുടെ വീട്ടിലും റോസ് വാട്ടർ ഉണ്ടാവണമെന്നില്ല, അലോവേറ ജെല്ല് ഉണ്ടാവണമെന്നില്ല. അപ്പോൾ വെള്ളം ഉപയോഗിച്ചിട്ടാണെങ്കിലും ഒന്ന് ജസ്റ്റ് ഇതാക്കിയിട്ട് നന്നായിട്ട് മസാജ് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ നമ്മുടെ മുഖത്തെ ചുളിവുകളൊക്കെ ഉണ്ടല്ലോ നല്ല രീതിയിൽ മാറാൻ ഹെൽപ്പാണ് കേട്ടോ ഇത്. അപ്പോൾ ഞാനിത് അപ്ലൈ ചെയ്തു. ഇതൊന്ന് ഡ്രൈ ആകാനായിട്ട് വെക്കാം. ഒരു 10-15 മിനിറ്റ് ഡ്രൈ ആകാനായിട്ട് ഇത്തിരി ടൈം കൊടുക്കുക കേട്ടോ. അതിനുശേഷം ഫേസ് നമുക്ക് വാഷ് ചെയ്യാം കേട്ടോ. എങ്ങനെ വന്നാലും ഒരു 10-15 മിനിറ്റ് എടുക്കൂട്ടോ ടൈം ഇത് ഉണങ്ങാനായിട്ട്. കാരണം ആ ഒരു മുൾട്ടാണി മിട്ടി നല്ല രീതിയിൽ ഡ്രൈ ആയിട്ടുണ്ടെങ്കിൽ മാത്രമേ റിസൾട്ട് നല്ല രീതിയിൽ കിട്ടുള്ളൂ. അപ്പോൾ ഞാൻ അതിന് ശേഷം ഫേസൊക്കെ നന്നായിട്ട് വാഷ് ചെയ്തു. ഫേസിൽ നമുക്ക് ഉടൻ തന്നെയുള്ള ഒരു റിസൾട്ട്, അത് നമ്മൾ ഫേസ് വാഷ് ചെയ്യുമ്പോൾ തന്നെ റിസൾട്ട് ഉണ്ടെങ്കിൽ അത് ഭയങ്കര സ്മൂത്താണ്, നല്ല രീതിയിൽ ക്ലെൻസ് ആയിട്ടുണ്ട്, അത് നന്നായിട്ട് വൃത്തിയായിട്ടുണ്ട്, നല്ല രീതിയിൽ ഗ്ലോ ചെയ്യുന്നുണ്ട്, നാച്ചുറലായിട്ടൊരു തിളക്കം മുഖത്തിനുണ്ട്. അതേപോലെ എന്താ ഒരു കരിപാളിപ്പൊക്കെ പെട്ടെന്ന് നല്ല രീതിയിൽ മാറിയതുപോലെ ഉണ്ട്. ഡൾനെസ് ഒക്കെ ഉണ്ടെങ്കിൽ നന്നായിട്ട് മാറും. മുഖത്ത് ഒരുപാട് ഓയിൽ ഉണ്ടെങ്കിൽ തന്നെ ഫേസ് ഭയങ്കര ഡള്ളായിരിക്കും അല്ലേ. അപ്പോൾ ആ ഓയിൽ കാര്യങ്ങളൊക്കെ മാറുമ്പോൾ തന്നെ നല്ലൊരു ഫ്രഷ്നെസ്സും നമുക്ക് നല്ലൊരു ഗ്ലോവും ഒക്കെ കിട്ടും കേട്ടോ. അപ്പോൾ എന്തായാലും നിങ്ങൾക്ക് ട്രൈ ചെയ്ത് നോക്കാൻ പറ്റിയ ഒരു അടിപൊളി ഫേസ് മാസ്ക് തന്നെയാണ്. ചെമ്പരത്തിപ്പൂ കിട്ടുകയാണെങ്കിൽ ഞാൻ പറഞ്ഞ പോലെയൊക്കെ ഒന്ന് ചെയ്ത് നോക്കിയിട്ട് റിസൾട്ട് എന്ത് തന്നെയായാലും കമൻറ്റ് ചെയ്ത് അറിയിക്കാം കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്കും ഷെയറും ചെയ്യണേ. ബൈ.